ഇരുന്ന കുറച്ച് ഡീസന്റ് എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് നമുക്കിപ്പോൾ അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് ഓവറോൾ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്താണ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരുപാട് എക്സ്പോർട്ട് നടന്നിരുന്നു. ഒരുപാട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് ഒരുപാട് കയറ്റുമതി ഐറ്റംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഐറ്റംസും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് എന്താ, ബാലൻസ് ഓഫ് ട്രേഡ് ഫേവറബിൾ ആയിരുന്നു. ബാലൻസ് ഓഫ് ട്രേഡ് എന്താന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാളും കൂടുതലാവും. എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് വിദേശ രാജ്യങ്ങളിലേക്ക് വിറ്റ് അവിടുന്നുള്ള പൈസ അല്ലെങ്കിൽ മൂല്യം ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എന്ന് വെച്ച് നമ്മൾ അവിടുന്ന് ഒരുപാട് ഐറ്റംസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് പൈസ അങ്ങോട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എക്കോണമിയിൽ ഒരുപാട് പൈസയുണ്ട്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് നമുക്ക് ഫേവറബിൾ ആയിരുന്നു. അതേപോലെ where export exceeded the import with large margins and ingenious ബാങ്കിങ് സിസ്റ്റം, അതിന് ബാങ്കിങ് സിസ്റ്റംസും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ബാങ്കിങ് സിസ്റ്റവും ഈ ട്രേഡ് ഓഫ് ബാലൻസും ഒക്കെ നമ്മൾ എന്തിനു സഹായിച്ചു, വളരാൻ നല്ല രീതിയിൽ സഹായിച്ചു. അങ്ങനെ ഒരുപാട് ട്രേഡ് സെന്റേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ട്രേഡ് സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് പാട്ലിപുത്ര, പേശ്വർ, താക്സില, ഇന്ദ്രപ്രസ്ഥ, മിഥില, മധുരം. ഇതൊക്കെ പണ്ട് കാലത്താണ്, ആൻഷ്യൻ ടൈംസിൽ ഉണ്ടായിരുന്ന ട്രേഡ് സെന്റേഴ്സ് ആണ്. ഇവിടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടന്നിരുന്നു. അതിൽ എക്സ്പോർട്ട് കൂടുതലുമായിരുന്നു. ഇവിടെ പ്രധാനമായിട്ട് വിറ്റിരുന്ന ഐറ്റംസ് ആണ് ഇവിടെ പറയുന്നത്. കോട്ടൺ, പാരറ്റ്, ലൈവ് ആനിമൽസ്, പിന്നെ വൈൻ, ഗോൾഡ്, സിൽവർ, കോപ്പർ എക്സെട്ര. ഇങ്ങനെ ഒരുപാട് ഇവിടെയും വേറെ ഐറ്റംസ് ഉണ്ട്. ഷുഗർ, ഇൻഡിഗോ, ഒപ്പിയം, സീസെയിം, സ്പൈസസ്, വീറ്റ്, സീസെയിം, ഇതൊക്കെ ഇവിടെ വിറ്റിരുന്നു. പിന്നെ ഈ ടൗൺസ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ട്രേഡ് സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടൗൺസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ഏരിയ ആണെങ്കിൽ അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ടൗൺസ് ആണ് ഉണ്ടാവുക. അതേപോലെ സാക്രഡ് സെന്റേഴ്സ് ആകുമ്പോൾ അവിടെ സാക്രഡ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റ് ബേസ് ചെയ്ത്, ഓരോരോ കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്ത് ഓരോരോ ടൗൺസ് ക്രിയേറ്റഡ് ആയിരുന്നു പണ്ട് കാലത്ത്. അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ഒരുപാട് ബാങ്കിങ് സിസ്റ്റം, ഫിനാൻസ് സിസ്റ്റം നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. ഇന്ത്യനെ സ്വർണ്ണഭൂമി എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, സ്വർണ്ണഭൂമി ഓർ സ്വർണ്ണദ്വീപ്